ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു അമ്പലത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രിപ്പറേഷൻ. അപ്പോൾ ആലപ്പുഴക്ക് വടക്ക് വളവനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കോൾഗേറ്റ് ജംഗ്ഷൻ, ലക്ഷ്മി നാരായണ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ചെന്നാലും ഭക്ഷണം, അന്നദാനം. അപ്പോൾ അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും, ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം, ആരും വിശന്നിരിക്കരുതെന്നൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനകത്ത് കേട്ട് കയറിയത് ഒരു 11-11:30 ആയപ്പോഴാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് കഞ്ഞിയും ചീനി കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ചീനി നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ റോ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സയനൈഡിൻ്റെ ഒരു ചെറിയ രീതിയിലാണേലും അതിൻ്റെ ഒരു അംശമുണ്ട്. അപ്പോൾ അതൊരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. അത് കളയാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ചീനി നല്ലപോലെ വേവിച്ച് ആ വെള്ളം ഊറ്റിക്കളയുക. അതുകൂടാതെ ചീനി പ്രോട്ടീനുമായിട്ട് ചേർത്ത് കഴിക്കുക. ചീനിയുടെ അകത്ത് മൊത്തം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ആ അമ്പലത്തിൽ നിന്ന് അന്ന് കിട്ടിയ ആ പ്രിപ്പറേഷൻ, കഞ്ഞിയുടെ കൂടെ കിട്ടിയ ആ പ്രിപ്പറേഷൻ ചീനിയും പ്രോട്ടീനും കൂടെ ചേർന്ന ഒരു പ്രിപ്പറേഷനാണ്. ചീനിയും വൻപയറും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു കറിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. പ്രോട്ടീൻ ഉള്ള ചീനി പ്രിപ്പറേഷന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് 1 കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുക. അതുപോലെ ചീനി. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ഊറ്റി കളയാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും രണ്ടായിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ഇതൊരു പ്രഷർ കുക്കറിലിട്ട് ഒരു 4 വിസിൽ അല്ലെങ്കിൽ 5 വിസിൽ വരും വരെ ഇത് വേവിക്കുക, അല്ലാതെ വേവിക്കുക. വൻപയറും ചീനിയും വേവാനായിട്ട് വെച്ചിരിക്കും. അപ്പോൾ 4 വിസിലായി, നമുക്ക് അതങ്ങ് ഓഫ് ചെയ്യാം. ചീനി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഉപ്പിടുക. ഇച്ചിരി കൂടുതൽ ഉപ്പിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഊറ്റി കളയാനുള്ളതാണ്. നമ്മുടെ ചീനി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലൊരിച്ചിരി ഉപ്പിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കും. ഇനി അത് ആ ചീനിയായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ്, ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ. എണ്ണ ചൂടാകുമ്പോൾ ഇത്രയും സംഗതികളിട്ട് വഴറ്റുക. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില. ആദ്യം വേപ്പില ഇടുക. പച്ചമുളക്, വെളുത്തുള്ളി, അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് പോരെങ്കിലും നോക്കി ഇവിടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കി, നല്ല ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട കാര്യം ഇല്ല. സവാള, ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെക്കുക, സിമ്മിലിടുക. ഇടയ്ക്ക് പൊക്കി ഇളക്കി കൊടുക്കണം. മൂടി വെക്കുക. ഒരുമാതിരി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പ്രോട്ടീൻ ചേർത്ത ചീനി പ്രിപ്പറേഷൻ റെഡിയായി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കടല ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കപ്പ വേവിച്ച് കഴിഞ്ഞിട്ട് മീനും കൂട്ടി കഴിക്കാം, ബീഫ് കൂട്ടി കഴിക്കാം. അങ്ങനെ ഇറച്ചി വർഗ്ഗങ്ങൾ ഏതായാലും പ്രോട്ടീനാണ്.
അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്